ഹലോ എവ്രി വൺ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ബബിൾ റാപ്പും വൈറ്റ് സിമെൻറ്റും വെച്ചിട്ടുള്ള ഒരു DIY ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ കുറച്ച് വൈറ്റ് സിമെൻറ്റ് എടുക്കുക, എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലൊരു തിക്ക് പേസ്റ്റായിട്ട് എടുക്കണം കേട്ടോ. ഒന്നിച്ച് കുറേ വെള്ളം ഒഴിക്കരുത്, കുറച്ച് തിക്കായിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വേഗം ഡ്രൈ ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു പേസ്റ്റ് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ബബിൾ റാപ്പ് എടുക്കണം. ബബിൾ റാപ്പിൽ ഇതിൻ്റെ ബബിൾസ് മുകളിലേക്ക് വരുന്ന പോലെ ഒരു ബൗളിലേക്ക് ഇറക്കി വയ്ക്കുക. ഇത് കുട്ടികളൊന്നും പൊട്ടിക്കാത്ത മാതിരിയുള്ള നല്ല ബബിൾ റാപ്പ് എടുക്കണം, എന്നാലും നമുക്ക് ആ ഡിസൈൻ പാറ്റേൺ നന്നായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏത് ഷേപ്പിലുള്ള ബൗളാണ് വേണ്ടത് ആ ഷേപ്പിലുള്ള ബൗളിലേക്ക് ഇത് വെച്ചതിന് ശേഷം നമ്മൾ ഈ വൈറ്റ് സിമെൻറ്റ് പേസ്റ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഫുൾ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ആ പാത്രം. അപ്പം എവിടെയെങ്കിലും എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പൊയ്ക്കോളും. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് എന്തെങ്കിലും ഒരു ബോട്ടിലോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മളിതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക നടുഭാഗത്ത്. എന്നിട്ടിത് ഉണങ്ങാൻ ഒരു ദിവസം എടുത്തോട്ടെ എനിക്ക്. അപ്പോൾ ഒരു ദിവസം വെയിലത്തൊന്നും വെക്കണ്ട, ജസ്റ്റ് എവിടെയെങ്കിലും റൂമിൻ്റെ എവിടെയെങ്കിലും സൈഡിൽ വെച്ചാൽ മതി. ഒരു ദിവസത്തിൽ ഇത് നല്ല ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഡ്രൈ ആയതിനു ശേഷം ഇതിപ്പം നല്ല സെറ്റായിട്ടോ. എൻ്റെ ഒരു ദിവസം ഞാൻ വെച്ചു, നല്ല സെറ്റായിട്ട് വന്നു. നമ്മളിനി പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ബബിൾ റാപ്പൊക്കെ റിമൂവ് ചെയ്യുകയാണ്. അത് ഈസി ആയിട്ട് ഇളകി വരുന്നുണ്ട് ബബിൾ റാപ്പൊക്കെ. നല്ല ഒരു ഭംഗിയിൽ ഡിസൈൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ആ പ്ലാസ്റ്റിക് ബോട്ടിൽ കറക്റ്റായി ഇതിൻ്റെ ലെവൽ വെച്ച് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇത് വൈറ്റ് സിമെൻറ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സ്റ്റോൺസ് ആണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം ഈ നടുക്കുള്ള പോർഷനിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ കുട്ടി കുട്ടി മണി പ്ലാന്റ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ വാട്ടർ പ്ലാന്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പം നമുക്ക് ടേബിളിലും ഷോ കേസിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു കുട്ടി ആയിട്ടുള്ളൊരു പ്ലാന്റർ, ക്യൂട്ടായിട്ടുള്ളൊരു പ്ലാന്റർ റെഡി ആക്കി കിട്ടും നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്ഥലമില്ലാത്തവർക്കൊക്കെ എവിടെയെങ്കിലും വെക്കാൻ വലിയ വലിയ ചട്ടിയിൽ നിന്ന് വയ്ക്കാൻ സ്ഥലമില്ലാത്തവർക്ക് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പ്ലാന്റേഴ്സ് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.